ആലപ്പുഴ പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ ഫോൺ പ്രതി ഉപയോഗിച്ചത് അടക്കമുള്ള നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി. പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള സ്ഥലമുടമ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തിയത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ തെളിവുകൾ നിരത്തി അന്വേഷണ സംഘം നടത്തുന്ന ചോദ്യം ചെയ്യലിലും സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കുന്നില്ല. 65-കാരനായ ഇയാളുടെ പ്രായവും ചോദ്യം ചെയ്യലിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഏറ്റുമാനൂരിൽ നിന്നും കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജയനമ്മയുടെ ഫോൺ ഇയാൾ കൃത്യമായ ഇടവേളകളിൽ ഓണാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈരാറ്റുപേട്ടയിലെ കടയിൽ ഇയാൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടി. കൂടാതെ സ്വർണം പണയപ്പെടുത്തിയ രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. 1 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള മൃതദേഹമെന്ന ഫോറൻസിക് കണ്ടെത്തലും മരിച്ചത് ജയനമ്മ എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അസ്ഥികഷ്ണങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജയനമ്മയുടെ സഹോദരൻ സാവിയോ, സഹോദരി ആൻസി എന്നിവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കും. DNA ഫലം ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ 2006 ബിന്ദു പത്മനാഭൻ തിരോധന കേസിലെ പ്രതിയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന സംഘവും കോട്ടയം ക്രൈംബ്രാഞ്ചിൽ നിന്നും വിവരങ്ങൾ തേടി. മീഡിയ 1 ആലപ്പുഴ, കോട്ടയം.